പത്തരമാറ്റിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നയനയോ ആദർശോ ഓഫീസിൽ നിന്ന് വരികയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ അനി നിൽപ്പുണ്ട്. അപ്പോൾ അനിയുടെ മുഖത്തൊരു ചെറിയ ടെൻഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അനിയോട് ആദർശ് ചോദിക്കും, എന്താണ് കവിക്കൊരു ടെൻഷൻ? അതോ ടെൻഷൻ അടിപ്പിക്കുന്ന കവിത വല്ലതുമാണോ കവി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് പറയുന്നു. നിൻ്റെ ഈ കളിയും തമാശയും ഒക്കെ നിർത്തി നീ ഓഫീസിലൊക്കെ പോകണം. അത് മാത്രമല്ല, മെയിൻ ഓഫീസിലെ കാര്യം അഭി നോക്കുന്നത് കണ്ടില്ലേ, അതുപോലെ നീ ഏതെങ്കിലും ഓഫീസിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം, കളക്ഷനൊക്കെ എടുക്കണം. അച്ഛനും ഇളയച്ചനും ഒക്കെ പോകുന്നില്ലേ, അപ്പോൾ പിന്നെ ഞാൻ പോകേണ്ട കാര്യമുണ്ട് എന്ന് ചോദിക്കുന്നു. അങ്ങനെയല്ല, നീയും പോകണം. നീ ഇനിയിപ്പോൾ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് വരണം. ഞാൻ കുറച്ച് നാളുകൂടി ഇങ്ങനെ ഫ്രീ ആയിട്ട് നടന്നോട്ടെ ഏട്ടാ, എന്തായാലും ഞാൻ ഇടയ്ക്കൊക്കെ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് ആദർശും നയനെ അങ്ങോട്ട് നടന്നു മാറുന്നുണ്ടേ. നയനയോട് പറയും, ഏട്ടത്തി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അതെന്തോടാ ഞാൻ കേൾക്കാത്ത, ഏട്ടത്തിയോട് മാത്രമായിട്ടൊരു രഹസ്യം? അതൊക്കെ ഉണ്ട്, ഒരു കവിതയുടെ കാര്യം പറയാനെന്നുള്ള ഉദ്ദേശത്തിലൂടെയൊക്കെ ഇങ്ങനെ ഏട്ടത്തിയെ മാറ്റി നിർത്തുന്നു. എന്നിട്ട് നയനയെ മാറ്റി നിർത്തി വീട് വിൽക്കുന്ന കാര്യം നയനയോട് പറയുകയാണ്. ഇതുപോലെ ഞാൻ നന്ദുവിനെ കണ്ടിരുന്നു, നന്ദു എന്നോടൊന്നും പറഞ്ഞില്ല, പക്ഷേ ഞാൻ രഹസ്യമായിട്ടൊരു അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ആ വീടും വസ്തുവും വിൽക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ഇപ്പോൾ കൊടുക്കണം എന്നുള്ള അവസ്ഥയാണ്. അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ 1 ലക്ഷം രൂപ മറിച്ച് തരാമെന്ന് പറയുന്നു. വേണ്ട അനി, അത് ശരിയാകില്ല എന്ന് പറയുന്നു. ഏട്ടത്തിയുടെ അച്ഛനും അമ്മയും എത്ര കഷ്ടപ്പെട്ടാണ് ആ വീടുണ്ടാക്കിയെന്നുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാവും. എന്തായാലും നീ പൈസ ഒന്നും തരണ്ട. അവിടെയുള്ളവർക്ക് ഇപ്പോൾ എന്നോട് ഒരു കാര്യവും പറയേണ്ടതായിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ അവർ പറയാൻ ശ്രമിക്കുന്നില്ല. നന്ദു ആണെങ്കിൽ ഒട്ടും പറയാത്ത അവസ്ഥയാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥയൊന്നും വരില്ലായിരുന്നു. ഞാൻ അവിടെയുള്ള സമയത്ത് ബിസിനസ് ഒന്ന് പച്ച പിടിച്ചൊക്കെ വന്നതാണെന്നൊക്കെ പറയുന്നു. തുടർന്ന് ഇതെല്ലാം കേട്ടിട്ട് നയനെ അങ്ങ് സങ്കടപ്പെട്ട് പോവാം. അപ്പോൾ ഇത് ആദർശിൻ്റെ അടുത്ത് ഇരുന്നുണ്ടെങ്കിൽ ആദർശ് ചോദിക്കും, എന്താ അവൻ പറഞ്ഞത് എന്ന് ചോദിക്കും. പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ നിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? അവൻ വിഷമിപ്പിക്കുന്ന കാര്യം വല്ലതും പറഞ്ഞു? ഒന്നുമില്ല, എൻ്റെ കണ്ണിലൊരു ചെറിയ പൊടി വീണതാണ്. കണ്ണിലായാലും മനസ്സിലായാലും പൊടി വീണിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോടൊന്ന് പറയുന്നത് നല്ലതായിരിക്കും. അവരാകുമ്പോൾ അതൊന്ന് എടുത്ത് കളയാനെങ്കിലും ശ്രമിക്കും എന്നൊക്കെ പറയുന്നു. ഒന്നുമില്ല ആദർശേട്ടാ എന്ന് പറഞ്ഞ് നയന അകത്തേക്ക് പോകുന്നു. അപ്പോൾ നയന പോയി കഴിഞ്ഞിട്ട് അനി തിരിച്ചു വരും. അപ്പോൾ അനിയോട് ചോദിക്കും, നീ എന്താ അവളോട് പറഞ്ഞത്? അവൾ വിഷമിച്ചാണല്ലോ പോയത് എന്ന് ചോദിക്കും. അത് ഞാനൊരു കവിതയെപ്പറ്റി പറഞ്ഞതാണെന്ന് പറയും. എന്ത് കവിത? അത് ഒരു വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിന് ഒരു സങ്കടം വരുന്ന കവിതയാണ്. അത് കേട്ടിട്ടായിരിക്കും മേടത്തിയമ്മയ്ക്ക് വിഷമം വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതല്ല, നീ എന്തോ കാര്യം അവളോട് പറഞ്ഞു, അതെന്താണെന്ന് വെച്ചാൽ എന്നോട് പറയണമെന്ന് പറഞ്ഞു. അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഭാര്യയുടെ വിഷമങ്ങൾ ഭർത്താവ് മനസ്സിലാക്കി എടുക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ മറ്റൊരാളിൽ നിന്ന് അറിയുകയല്ലോ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് പറയുകയാണ്. അപ്പോൾ അനിയുടെ വായിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് പ്രശ്നം എന്താണെന്ന് അറിയാൻ ഇങ്ങനെ ശ്രമിക്കുകയാണ് ആദർശ്. അപ്പോൾ ആദർശനോട് പറയുന്നുണ്ട്, ഏട്ടൻ ഇതുപോലൊരു ഏട്ടന് ഭാര്യയെ കിട്ടണമെന്നുണ്ടെങ്കിൽ പുണ്യം ചെയ്യണം. എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ നിൽക്കുന്ന ഒരു ഏട്ടത്തിയമ്മയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഏട്ടൻ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ഏട്ടന് കാര്യം അറിയാൻ പറ്റും. അപ്പോൾ ആദർശ് നൈസായിട്ട് വിരട്ടി നോക്കും. നീ ഇപ്പോൾ അവൾ വന്നതിന് ശേഷം എന്നോട് കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. ഒന്നുമില്ല എന്നും പറഞ്ഞ് അനിയും നടന്ന് നീങ്ങി പോകുന്നു. തുടർന്ന് ഇതുപോലെ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് നയന. അവിടേക്ക് ചെല്ലുകയാണ് ആദർശ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് പറ്റിയത്? നിനക്ക് പണത്തിന് വല്ല ആവശ്യമുണ്ടോ? പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഷെൽഫിൽ ആവശ്യത്തിന് പൈസ ഇരിപ്പുണ്ടല്ലോ, നിനക്ക് എടുക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നു. എനിക്ക് പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒന്നാമതേ ഞാൻ വിരുന്നുകാരിയാണല്ലോ, അതുകൊണ്ട് എനിക്ക് പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈ സംസാരം ഇനി ഉണ്ടായിരുന്നു ഞാൻ നിന്നോട് പലതവണ പറഞ്ഞതാണ് എന്ന് ആദർശ് നയനയോട് പറയുന്നു. നീ എൻ്റെ മനസ്സിലില്ലാഞ്ഞിട്ടല്ല, ഞാൻ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പലതും പറയും, അല്ല അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നീ ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നു. തുടർന്ന് നയന അടുക്കളയിൽ ചായ ഇടുന്നതായിട്ടാണ് കാണിക്കുന്നത്. നയന ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പം വേറെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പാല് തിളച്ചു പോകാൻ പോകുന്നു. അപ്പോഴത്തേക്കും ഇളയമ്മ ഓടി വന്ന് ഗ്യാസ് ഓഫ് ചെയ്യുന്നു. മോൾക്ക് എന്താണ് പറ്റുക? ആദർശ് വല്ലതും പറഞ്ഞു? ആദർശ് ഇനി വിരുന്നുകാരനാണെന്ന് വല്ലതും അങ്ങനെ വല്ലതും സംസാരം ഉണ്ടായോ? അത് നീ വിരുന്നുകാരിയാണെന്നതിനെ കുറിച്ച് സംസാരം വല്ലതും ഉണ്ടായോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഒന്നുമില്ല ഇളയമ്മേ, അങ്ങനെയൊന്നും പറഞ്ഞില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ടു. മുഖത്ത് നമുക്ക് നയനയുടെ സങ്കടം അറിയാൻ പറ്റും. അത് മറ്റുള്ളവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ്. തുടർന്ന് മുത്തശ്ശനും ഇളയച്ചനും ഒക്കെ ചായ ഇട്ടുകൊണ്ട് കൊടുക്കുന്നു. പക്ഷേ ചായ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ മുത്തശ്ശിയുടെ ചായ ഇളയച്ചനും ഇളയച്ചൻ്റെ കോഫി മുത്തശ്ശിക്കായി പോകും. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ അവർ ചോദിക്കും, എന്ത് പറ്റി? എനിക്ക് തരേണ്ടത് മാറിപ്പോയല്ലോ, കോഫി ആണല്ലോ അല്ലെങ്കിൽ ചായ ആണല്ലോ. സാധാരണ മോൾക്ക് അങ്ങനെയൊന്നും വരേണ്ടതല്ലോ, എന്തോ മനസ്സിലുണ്ടല്ലോ, എന്ത് പറ്റിയെന്ന് പറയുന്നു. ഒന്നുമില്ല എന്ന് പറഞ്ഞ് നയനെ അങ്ങ് മാറിപ്പോകുന്നു. അപ്പോഴത്തെ അവിടേക്ക് ആദർശ് ചായ കുടിക്കാൻ വരുന്നുണ്ട്. ആദർശിനോട് പറയുന്നുണ്ട്, ഭാര്യയുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഭർത്താവ് മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടതാണെന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് ആദർശ് നേരെ അടുക്കളയിലേക്ക് പോകുന്നു. അടുക്കളയിലേക്ക് എന്നിട്ട് നയനയോട് ചോദിക്കും, ഇതുപോലെ കറിക്ക് ഉപ്പിന് പകരം പഞ്ചസാരയൊന്നും വാരി ഇട്ട് കളയരുത് കേട്ടോ. ഞാൻ ചെയ്യുന്ന കാര്യത്തിന് എനിക്ക് ശ്രദ്ധയൊക്കെയുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ ഉപ്പും പഞ്ചസാര കോഫിക്ക് പകരം ചായയും ചായക്ക് പകരം കോഫിയും മാറിക്കൊടുത്തതെന്ന് പറയുന്നു. അതിപ്പോൾ എല്ലാ ദിവസവും എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ എന്ന് നയന
അതിനുശേഷം ഇതുപോലെ ഗോവിന്ദനും കനകയും നന്ദൂടി ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത്. എങ്ങനെയെങ്കിലും നമുക്ക് ഈ വീടും വസ്തുവും വിൽക്കണം, എന്നിട്ട് അവരുടെ കടം കൊടുക്കണം. എന്തായാലും ഇപ്പോൾ അത്യാവശ്യമായിട്ട് അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നാണക്കേടാണ്. ഒന്നാമത് ആ മെമ്പറും എല്ലാവരും കൂടെ വന്നതല്ലയോ. എന്തായാലും ഈ വീടും വസ്തുവും വിറ്റ് കഴിയുമ്പോൾ കുറച്ച് പൈസ നമുക്ക് അധികം ഉണ്ടാവും. നമുക്കതെടുത്ത് വേറെ എവിടെയോട്ടെങ്കിലും വാടകയ്ക്ക് മാറുമോ. പിന്നെ നയനയ്ക്കും നബിക്കും കുറച്ച് കൊടുക്കണം. അവർക്കും ഇത് അത്യാവശ്യമായിരിക്കും, അവർക്കും ക്യാഷിന് ആവശ്യമൊക്കെ ഉള്ളതല്ലേ. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7-ാം മാസം അവളെ വിളിച്ചുകൊണ്ട് വരണം. പിന്നെ അവളുടെ പ്രസവവും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയല്ലേ നോക്കേണ്ടത്. അപ്പോൾ അതിനും പൈസയ്ക്ക് അത്യാവശ്യമുണ്ടല്ലോ. അപ്പോൾ എല്ലാം ഇതിൽ നിന്ന് റെഡിയാവും. നമുക്ക് എവിടെയെങ്കിലും ഒരു കൊച്ചു വീട്ടിലേക്ക് വാടകയ്ക്ക് മാറാമെന്ന് പറയുന്നു. അതായത് അവർ വാടകയ്ക്ക് മാറാനുള്ള സാഹചര്യമൊക്കെ പറയുന്നു. ജനിച്ചു വളർന്ന വീടാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. തുടർന്ന് ആദർശിൻ്റെ മുറിയിലേക്ക് നയന ചായയും കൊണ്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ചായ കൊണ്ട് കൊടുത്തതിന് ശേഷം ആദർശ് ചോദിക്കും, ഇന്നലെ രാത്രി വരച്ച ഡിസൈൻ എവിടെയെന്ന് ചോദിക്കും. അപ്പം ഡിസൈൻ എടുത്ത് കാണിക്കും. അപ്പോൾ ആ ഡിസൈൻ കണ്ടിട്ട് ആദർശിൻ്റെ കിളി പോവും. എക്സലൻറ്റ്, മാർവലസ്, ഒന്നും പറയാനില്ല, ഈ ഒരു കാര്യത്തിൽ നിന്നെ ഞാൻ സമ്മതിച്ച് തന്നിരിക്കുമോ എന്ന് ആദർശ് നയനയോട് പറയുന്നു. എന്നിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ 1,00,000 രൂപയാണെന്ന് തോന്നുന്നു, കുറച്ച് പൈസ എടുത്ത് നയനയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നയന പറയും, എനിക്ക് തന്നെ ഇപ്പോൾ പൈസ, ഈ പൈസ ഞാൻ ആർക്കായാലും കൊടുക്കേണ്ടതാണ്. ഇപ്പം നിനക്ക് ഇത് തരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നീ ഈ ഡിസൈൻ വരച്ചു, അതുകൊണ്ട് നിനക്കിത് തരുന്നു. എനിക്കിപ്പോൾ ഈ പൈസയുടെ ആവശ്യമൊന്നുമില്ല. ഈ പൈസ നീ ഇപ്പോൾ വാങ്ങിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് നിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല. നീയല്ല, വേറെ ആര് വരച്ചു തന്നാലും ഞാൻ ഈ പൈസ കൊടുക്കേണ്ടതാണ്, ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ ഡിസൈൻ വരയ്ക്കുന്നവരുടെ ഡിമാൻഡ് നിനക്ക് അറിയാത്തത് കൊണ്ടാണ് അവർ വന്ന് ചില സമയത്ത് ബാർഗെയിൻ ചെയ്താണ് പൈസ മേടിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്യുന്നവരാണ് എത്ര രൂപയാണ് എത്രയാണ് വേണ്ടിയത് എന്ന് പറയാറുള്ളത്. സത്യം പറഞ്ഞാൽ ഇത്രയൊന്നുമല്ല തരേണ്ടിയത്. സാധാരണ ഒരു ഡിസൈൻ വരയ്ക്കുന്ന ഈ ഡിസൈൻ കൊണ്ട് ഞങ്ങൾക്കുണ്ടാൻ പോകുന്ന ലാഭം കോടികളാണ്. നീ ആയതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ്, വേറൊന്നുമല്ല. അപ്പം ഇത് തന്നാൽ പോരാ എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പക്ഷേ ഇപ്പം നീ ഇത് വാങ്ങണം. നീയല്ല, എൻ്റെ അമ്മയാണെങ്കിൽ പോലും, എന്നെ പെറ്റു വളർത്തിയ അമ്മയാണെങ്കിൽ പോലും ഈ പൈസ വാങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അവരുടെ ഡിസൈൻ വാങ്ങില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആർക്കായാലും പ്രതിഫലം കൊടുക്കും. കാരണം അതെൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നീ പൈസ വാങ്ങുക എന്ന് പറയുന്നു. പിന്നെ അവസാനം നയനെ നിർബന്ധിച്ച് ആ പൈസ വാങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവസാനം പൈസ വാങ്ങിയതിന് ശേഷം ഈശ്വരനുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് നയന. ആദർശ് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ നയന ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. തുടർന്ന് ഇതുപോലുള്ള എപ്പിസോഡ് കാണുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായി കാണും വരെ ബൈ.